നമ്മുടെ സ്ട്രോബെറീസിനെ പിക്ക് ചെയ്യാൻ പോവാണ്. നമ്മുടെ ഫസ്റ്റ് സ്ട്രോബെറി ഓഫ് ദി ഇയർ ആണ്. പിക്ക് ചെയ്തോ, രണ്ടും പിക്ക് ചെയ്തോ, മറ്റേതും എടുത്തു. വാഷ് ചെയ്തിട്ട് വേണമെങ്കിൽ കഴിച്ചോ. പിന്നെ ഇതെല്ലാം നമ്മുടെ ഇപ്പം 3 കിട്ടിയിട്ടുള്ളൂ. നമുക്ക് അല്ല, ഒരു വശമേ പഴുത്തിട്ടുള്ളൂ. ഓക്കെ. പിന്നെ ഇവിടെ എല്ലാം നമ്മുടെ ചീരയാണ്. ചീരയൊന്നും പറിക്കാറായിട്ടില്ല. അതിപ്പം അടുത്ത ആഴ്ച ആകുമ്പോഴത്തേക്കും നമ്മളെല്ലാം കൂടെ അങ്ങോട്ട് പറിച്ച് തോരൻ വയ്ക്കും. ഇപ്പം ആയിട്ടില്ല. പിന്നെ ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ആപ്പിൾ ആണ്. ആപ്പിൾ കണ്ടോ, ഒത്തിരി ഉണ്ട് ഇപ്രാവശ്യം ആപ്പിൾ നിൽക്കുന്നത്. ഇനി അതൊക്കെ എടുത്ത് പഴുത് വരണം. പിന്നെ സ്ട്രോബെറി കഴിക്കുന്നത് എങ്ങനെ? സ്ട്രോബെറി സ്ട്രോബെറി കഴിച്ചാണ്. എക്സൈറ്റ്മെൻറ്റിൽ ആക്രാന്തത്തിൽ അത് തറയിൽ പോയി. ഇത് നമ്മുടെ ഇവിടുത്തെ ചെടികളാണ്. കണ്ടോ എന്ത് രസമാണ് നോക്കിയൊക്കെ പൂക്കൾ. ഇത് നല്ല മണമാണ് കേട്ടോ ഈ പൂവിന്. ചേച്ചാ ഈ പൂ ഒന്ന് മണത്ത് നോക്കണം. അയ്യോ എന്നോ മണോ ഇത്. മണത്ത് നോക്കിയാൽ നോക്കൂതിന്. ഇത് മണത്ത് നോക്കിക്കേ. ഇല്ല മണമല്ലേ? അച്ഛൻ മണത്തിട്ടുണ്ട് ഇത്. അയ്യോ അതൊന്നും നമ്മുടെ ഗാർഡനിലല്ലേ. ഓ എന്നാ ഭയങ്കര മണം തന്നെ, ഫ്രാഗ്രൻസ്. പിന്നെ ഇവിടെ നമുക്ക് വേറെ കുറേ റോസ് ഉണ്ട്. കൊല്ലയായിട്ട് കുറേ റോസ് ഉണ്ട്. ഈ റോസ് കുറേ കായ്ച്ചിട്ടുണ്ട്. എന്താ ഇതുണ്ട് നമ്മുടെ. പിന്നെ ഇത് വേറൊരു റോസ, അതിങ്ങനെ ഉണ്ടായി വരുന്നതേ ഉള്ളൂ. ഉണ്ട്. പിന്നെ നമുക്കിവിടെ വേറെ റോസയുണ്ട്. ഉണ്ട്. ഇത് ഫുള്ള് മൊട്ടായി നിൽക്കുന്നേ ഉള്ളൂ. എല്ലാം ഉണ്ടായി വരും. ഇപ്പം ഒരു 2 ആഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടായി വരും. പിന്നെ ഇവിടുന്ന് ഇങ്ങനെ വെളിയിലോട്ട് വന്നാൽ നമുക്കിവിടെ വെളിയിൽ വേറെ കുറേ ഫ്ലവേഴ്സ് ഉണ്ട്. ഫ്രണ്ടിൽ ഇവിടെ ഒരു ഓറഞ്ച് ഒരു ഇത് നിൽക്കുന്നുണ്ടോ, വെരി നൈസ്. പൊള്ളി വന്നേ ഉള്ളൂ അത്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് എന്താ ഞാൻ മണമെന്നറിയാം. അതിന് ഭയങ്കര മണമാണ്, നല്ല രസമാണ് അതിൻ്റെ മണം. ഇത് ഓൾ റൗണ്ട് ഇയർ ഒരു ചെടിയാണിത്. ഇത് സമ്മറിലും വിൻ്ററിലും മഴയത്തും വെയിലത്തും മഞ്ഞത്തും എല്ലാം ഉള്ളൊരു ചെടിയാണ്. ഇനി ഇത് നമ്മുടെ ക്ലൈമ്പിംഗ് റോസ്. അത് ഉണ്ടായി വരുമ്പോൾ കാണിക്കാം. ഫുള്ള് പൂക്കളാണ്, മുട്ട ഒരു ഷോയും. ഇത് നമ്മുടെ ഇവിടുത്തെ നമ്മുടെ അച്ചാച്ചൻ്റെ ഒരു ബൈക്കാണ്. ബൈക്ക് ക്രൈസുള്ള ഒരാളാണ്. അപ്പോൾ അച്ചാച്ചൻ്റെ ഒരു ബൈക്കാണ് ഇത്. ഒറ്റ ബൈക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആശാൻ്റെ ആഗ്രഹം ഇനിയും ബൈക്ക് വേണമെന്നാൽ അതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഒറ്റ ബൈക്കേ ഉള്ളൂ എന്നാണ് പറയുന്നത്. കണ്ടോ.